की कार्रवाई अनिश्चित काल के लिए പാർലമെന്റിന്റെ അവസാന ദിവസം പാർലമെന്റ് സമ്മേളനത്തിന്റെ അവസാന ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും എത്തി. പക്ഷേ ലോക്സഭ ഇപ്പോൾ ബഹളത്തെ തുടർന്ന് പിരിഞ്ഞിരിക്കുന്നു. അമിത്ഷാ ലോക്സഭയിലെത്തിയതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യം. പ്രതിപക്ഷം ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും അമിത്ഷാ ലോക്സഭയിലെത്തിയിരുന്നില്ല. പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നത് പെലറ്റ് ആക്രമണം വിശദീകരിക്കണം എന്നുള്ള കാര്യമാണ്. പെലറ്റ് ആക്രമണം വിശദീകരിക്കണം എന്നുള്ളതാണ്. പക്ഷേ അത് വിശദീകരിക്കാൻ അമിത്ഷാ തയ്യാറായിരുന്നില്ല. പക്ഷേ പിന്നീട് സഭയിലെത്തുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വിശദമായ ചർച്ചയാകാം എന്ന കാര്യമാണ് കഴിഞ്ഞ ദിവസം സഭയ്ക്ക് പുറത്ത്, പാർലമെന്റിന് പുറത്ത് അമിത്ഷാ വ്യക്തമാക്കിയിരുന്നത്. അങ്ങനെ ഒരു നോട്ടീസ് നൽകാൻ തൽക്കാലം ഉദ്ദേശമില്ല എന്ന് പ്രതിപക്ഷം പറഞ്ഞു. താങ്കളുടെ പ്രസംഗം ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് കൂടിയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഇന്നിപ്പോൾ ഇതാ പാർലമെന്റിൽ പ്രധാനമന്ത്രിയും അമിത്ഷായും എത്തി. തൊട്ടു പിന്നാലെ ലോക്സഭ പിരിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. നോബിൾ മാരിക്കാരൻ വിവരങ്ങളുമായി. നോബിൾ, അങ്ങനെ പാർലമെന്റ് അവസാന ദിവസം അമിത്ഷായും പ്രധാനമന്ത്രിയും പാർലമെന്റിലെത്തി. പക്ഷേ വന്ദേമാതരം ആലപിച്ച് ലോക്സഭ പിരിഞ്ഞിരിക്കുകയാണ്. എന്താണ് സംഭവിച്ചത്? ഇന്നിപ്പോൾ ലോക്സഭയിൽ മറ്റ് ബിസിനസ്സുകൾ ഒന്നും ലിസ്റ്റ് ചെയ്തിരുന്നില്ല. അതിന് പിന്നാലെയാണ് വന്ദേമാതരം ആലപിച്ചുകൊണ്ട് ഇപ്പോൾ എന്താണെങ്കിലും അനിശ്ചിതകാലത്തേക്ക് ലോക്സഭ പിരിഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ മാസം 20-നാണ് വർഷകാല സമ്മേളനം ആരംഭിച്ചത്. വലിയ പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കാണ് ഈ തവണ വർഷകാല സമ്മേളനത്തിൽ പാർലമെന്റ് സാക്ഷ്യം വഹിക്കുകയും ചെയ്തത്. ഒരു ദിവസത്തിൽ പോലും പ്രധാനമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയോ സഭയിൽ എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ സഭാ നടപടികൾ അവസാനിക്കുന്ന ദിവസമാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും രാവിലെ സഭയിൽ എത്തിയത്. സാധാരണഗതിയിൽ മറ്റ് ബിസിനസ് ഒന്നും ലിസ്റ്റ് ചെയ്യാത്ത പശ്ചാത്തലത്തിൽ അതിവേഗം തന്നെ ഇതുപോലെ വന്ദേമാതരം ആലപിച്ചുകൊണ്ട് സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയുന്നതാണ് പതിവ്. അതേ രീതി തന്നെ ഇന്നും പിന്തുടർന്നു. രാവിലെ നേരിയ തോതിൽ പ്രതിപക്ഷം സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ പ്രതിഷേധത്തിലേക്ക് പോയിരുന്നു. പക്ഷേ വന്ദേമാതരം ഉടനെ തന്നെ ആലപിക്കുകയാണ് എന്ന് സ്പീക്കർ പറഞ്ഞതിന് പിന്നാലെ നിശബ്ദരാവുകയും പിന്നീട് വന്ദേമാതരം ആലപിക്കുകയും പിന്നീട് സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയുകയാണ് ചെയ്തത്. അതേസമയം രാജ്യസഭയിൽ നടപടികൾ പുരോഗമിക്കുകയാണ്. രാജ്യസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം അടക്കം നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ ഒരു ബില്ല് രാജ്യസഭയിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ബില്ല് അല്പസമയത്ത് തന്നെ രാജ്യസഭ ചർച്ചയ്ക്കെടുക്കും. ആ ബില്ലിന്റെ ചർച്ച പൂർത്തിയാക്കി അത് പാസ്സാക്കിയ ശേഷമായിരിക്കും ഇന്നിപ്പോൾ രാജ്യസഭ പിരിയുന്നത്. ഖനി ധാതു വിപുലീകരണ നിയന്ത്രണ ഭേദഗതി ബില്ലാണ് ഇന്നിപ്പോൾ രാജ്യസഭയിൽ എത്തുക. ഇന്നലെ ഈ ബിൽ ലോക്സഭ പാസ്സാക്കിയതാണ്. ഈ ബില്ല് പാസ്സാക്കുന്നതോടെ രാജ്യസഭയും അനിശ്ചിതകാലത്തേക്ക് പിരിയുന്നതാണ്. എന്താണെങ്കിലും വർഷകാല സമ്മേളനത്തിൽ ഒരു ദിവസം പോലും നേരെപ്പാടിന് അല്ലെങ്കിൽ കൃത്യമായി തന്നെ സഭ നടക്കുന്ന സാഹചര്യം പാർലമെന്റിൽ ഉണ്ടായില്ല. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിൽ എത്താത്തതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു വലിയ പ്രതിപക്ഷ പ്രതിഷേധം ഇന്നലെ വരെ ഉണ്ടായത്. ഇന്നലെയാണ് ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് അമിത്ഷാ മാധ്യമങ്ങളുടെ പ്രതിപക്ഷത്തെ അറിയിച്ചത്. പക്ഷേ പ്രതിപക്ഷം വഴങ്ങിയിരുന്നില്ല. സ്മൃതി സൂചിപ്പിച്ച പോലെ തന്നെ ഇത്രയും ദിവസത്തെ വഴങ്ങാത്ത കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് ഇനിയിപ്പോൾ വഴങ്ങേണ്ടതില്ല എന്ന നിലപാട് പ്രതിപക്ഷവും എടുത്തിരുന്നു. ഇന്നലെ 2 മണിക്ക് മുമ്പ് പ്രതിപക്ഷം നോട്ടീസ് നൽകിയാണെങ്കിൽ ഇന്ന് 3 മണി വരെ വേണമെങ്കിൽ ചർച്ചയാകാം എന്ന് അമിത്ഷാ പറഞ്ഞതാണ്. വിദ്യാർത്ഥികൾക്കെതിരായ പ്രതിഷേധം അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി മറുപടി പറയാൻ തയ്യാറാണ് എന്നും അമിത്ഷാ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ പ്രതിപക്ഷം എന്താണെങ്കിലും ഇത്രയും ദിവസം വരാത്ത ആഭ്യന്തരമന്ത്രി ഇനിയിപ്പോൾ വന്ന് ചർച്ച നടത്തി അദ്ദേഹത്തിന്റെ മുഖം രക്ഷിക്കാൻ അവസരം ഉണ്ടാക്കേണ്ടതില്ല നിലപാട് സ്വീകരിച്ചു. അതിന് പിന്നാലെയാണ് ഇന്നലെ വലിയ പ്രതിഷേധം ഉണ്ടായത്. ഇന്നിപ്പോൾ എന്താണെങ്കിലും സഭാ നടപടികൾ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിരിക്കും ഒട്ടും തന്നെ ചർച്ചകളില്ലാതെ ലോക്സഭയിൽ 10ഓളം ബില്ലുകൾ പാസ്സാക്കിയിരിക്കുന്നത്. കേരളമാകുന്ന ബില്ല് അടക്കമുള്ള ബില്ലുകളൊക്കെ ലോക്സഭയിൽ ഒരു തരത്തിലുള്ള ചർച്ചയും ഇല്ലാതെയാണ് പാസ്സാക്കിയത് എന്നും എടുത്തു പറയേണ്ടതാണ്. സ്മൃതി, ശരി. വന്ദേമാതരം ആലപിച്ചപ്പോൾ ലോക്സഭ പിരിഞ്ഞിരിക്കുകയാണ്. വർഷകാല സമ്മേളനത്തിന്റെ അവസാന ദിവസമാണ്, അതായത് 24ാമത്തെ ദിവസമാണ് പ്രധാനമന്ത്രിയും അമിത്ഷായും പാർലമെന്റിലെത്തിയത്. ഇന്ന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാൻ ഉണ്ടായിരുന്നില്ല. വന്ദേമാതരം ആലപിച്ച് ലോക്സഭ പിരിഞ്ഞിരിക്കുകയാണ്. നോബിൾ, ഇനിയിപ്പോൾ പ്രതിപക്ഷം ഈ വിഷയം, വിദ്യാർത്ഥികൾക്ക് നേരെ നടന്ന ആക്രമണം, ആ വിഷയം എങ്ങനെ ഉന്നയിക്കാനാണ് ആലോചിക്കുന്നത്? നേരത്തെ സഭയ്ക്കകത്തും പുറത്തും പ്രതിഷേധമായിരുന്നല്ലോ. പുതിയതായ സഭാ നടപടികൾ അനിശ്ചിതകാലത്തേക്കാണ് പിരിഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായി ഇനിയിപ്പോൾ പാർലമെന്റിന് പുറത്ത് വരും ദിവസങ്ങളിൽ തെരുവിലേക്ക് ഈ പ്രതിഷേധം മാറ്റാനായിരിക്കും പ്രതിപക്ഷം ആലോചിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. അതിപ്പോൾ അതാത് പാർട്ടികൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നടത്താനുള്ള സാധ്യതയാണ് കണ്ടുവരുന്നത്. സാധാരണഗതിയിൽ പാർലമെന്റിന് അകത്ത് മാത്രമാണ് ഇന്ത്യ സഖ്യം എന്നൊരു വലിയ ബാനറിന് പിന്നിൽ അണിനിരുന്നുകൊണ്ട് വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകാറുള്ളത്. ഇനിയിപ്പോൾ കോൺഗ്രസ് എന്താണെങ്കിലും 19-ാം തീയതി അവരുടെ വർക്കിംഗ് കമ്മിറ്റി പ്രവർത്തക സമിതി യോഗം വിളിച്ചിട്ടുണ്ട്. കോൺഗ്രസിന്റെ തുടർ പ്രതിഷേധങ്ങളൊക്കെ ആ പ്രവർത്തക സമിതി യോഗത്തിലായിരിക്കും ആലോചിക്കുക. എന്താണെങ്കിലും പാർലമെന്റ് അനിശ്ചിതകാലത്തേക്ക് ഇന്നോടെ ഇനിയിപ്പോൾ പാർലമെന്റിന് അകത്തോ പുറത്തോ അല്ലെങ്കിൽ പാർലമെന്റ് കവാടത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് അവസരമില്ല എന്ന് പ്രധാനപ്പെട്ടതാണ്. മറിച്ച് തെരുവിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ രാജ്ഭവന്റെ മുന്നിലോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ആയിരിക്കും ഇനിയിപ്പോൾ പാർട്ടികൾ തയ്യാറെടുക്കുന്നത്. ശരി, പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ പാർലമെന്റ് സമ്മേളനം ഇത് അവസാനിച്ചിരിക്കുകയാണ്. വർഷകാല സമ്മേളനം അവസാനിച്ചിരിക്കുകയാണ്.